എൻ്റെ പേര് സോണിയ, ഫോർട്ട് കൊച്ചി സാന്റക്രൂസ് ബസിലിക്ക ഇടവകയാണ്. ഞാൻ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. ആ സമയത്ത് എനിക്ക് മുട്ടുകാല് ഭയങ്കര വേദനയായിരുന്നു, ഇരിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന ചൊല്ലാനിരിക്കുമ്പോഴും പായലിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും അവൻ്റെ സപ്പോർട്ടുകൂടിയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഓഗസ്റ്റ് മാസം ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, മുട്ടുകാല് വേദനയുള്ളവർ മുട്ടുകാലിൽ കൈ പിടിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലാൻ പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം കരഞ്ഞുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുകഴിഞ്ഞ് ഞാൻ പോയി ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ മുട്ടുകാലിനെ പറ്റി ഓർക്കുന്നേ ഇല്ല. കാരണം ഞാൻ ഇടയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ മുട്ടുകാലിങ്ങനെ മടങ്ങി പോകുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും അലേർട്ടായിരുന്നു വേദന വരുമെന്നു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. രാത്രി പ്രാർത്ഥിക്കാനിരുന്ന് സുഖമായിട്ട് ഞാനിരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നിനക്ക് മുട്ടുകാല് വേദന മാറിയോ എന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ വേദന പൂർണ്ണമായും മാറി എന്നുള്ളത്. മാതാവ് എന്നെ തൊട്ടു എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അന്ന് മുതൽ ഇപ്പോൾ 1 വർഷമാവുന്നു, ഇതുവരെ എനിക്ക് മുട്ടുകാല് വേദന വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഒക്ടോബർ 15-ാം തീയതി ഞാനിവിടെ വന്ന ഉടമ്പടി ധ്യാനം ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ മുതൽ എനിക്ക് ജോലിക്ക് പോകണമെന്ന് വളരെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ ഒരു തോന്നൽ. ഞാൻ കുറേ വർഷം 12 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നതാണ്. ഞാനത് റിസൈൻ ചെയ്തിട്ട് ഒരു കഫേ സ്റ്റാർട്ട് ചെയ്തു. കൊറോണ വന്നപ്പോൾ അത് ഞാൻ അടയ്ക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ജോബിനൊന്നും പോവാതിരിക്കുമായിരുന്നു. ആ സമയത്ത് വളരെ ഡിപ്രഷനും കാര്യങ്ങളും, ഹസ്ബൻഡിനും ടൂറിസം ബന്ധമായിട്ടുള്ള ജോലിയാണ്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും വരുമാനമൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് ജോലി കിട്ടിയപ്പോഴും എനിക്ക് പോകാൻ പറ്റിയില്ല. വീട്ടിലെ അമ്മച്ചിക്ക് പ്രായമുള്ളതാണ്. അപ്പോൾ അത് കാരണം വരെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ജോലി കിട്ടിയിട്ടും വേണ്ടെന്ന് വെക്കേണ്ടി വന്നതാണ്. അപ്പോൾ പിന്നീട് ജോലിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്കുള്ളിൽ നിന്ന് ജോലിക്ക് പോകണമെന്ന് വളരെ ഭയങ്കര ഒരു ഇത് തോന്നുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കെന്താ ജോലിക്ക് പോകണമെന്ന് തോന്നുന്നത്, മാതാവ് തോന്നിക്കുന്ന പോലെയാണല്ലോ. അപ്പോൾ ഹസ്ബൻഡ് എങ്ങനെ പോകാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ കസിൻസിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കസിൻ പറഞ്ഞു, ജോലി അവൾ കുറേ നോക്കിയൊക്കെ തന്നിട്ട് ഞാൻ പോയില്ലല്ലോ, അപ്പോൾ ഇനി നീ എങ്ങനെ പോകാനാ? ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ് എന്നോട് പറയുന്നുണ്ട് ജോലിക്ക് പോകാൻ എന്ന് പറഞ്ഞു. ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവാണ് എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പറയുന്നതെങ്കിൽ ഒരു 3 കിലോമീറ്ററിനുള്ളിൽ ഒരു നല്ലൊരു സ്ഥലത്ത് എനിക്ക് കംഫർട്ടബിൾ ആയത്, അതായത് ഒരു പ്രൈവറ്റ് ഫേമിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ മേലധികാരിമാരുടെ ഒരു പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ കംഫർട്ടബിളായിട്ട് ജോലിക്ക് പോകാൻ പറ്റണതും, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അമ്മച്ചിയുടെ അടുത്തേക്ക് വരാൻ പറ്റുന്ന ദൂരത്തിലുള്ള ഒരു 3 കിലോമീറ്ററിനുള്ളൊരു ജോലി എനിക്ക് വേണം. ഇത് ഞാൻ പറയുന്നത് ഒക്ടോബർ 25-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കസിനോട് പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, നീ 5 ദിവസം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് നവംബർ 1-ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ അത് എൻ്റെ വെറും തോന്നലാണെന്ന് ഞാൻ വിചാരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുകയാണ് ചെയ്തത്. എൻ്റെ കസിൻ എപ്പോഴും എന്നോട് ജോലിക്ക് പോകാൻ നിർബന്ധിക്കുമായിരുന്നു. പക്ഷേ അവളും എന്നോട് പറഞ്ഞിട്ട്, നിന്നെ മാതാവ് ജോലി വെച്ചേക്കുവാണോ 5 ദിവസം കൊണ്ട്? പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല, നവംബർ 1-ാം തീയതി ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറിയിരിക്കും എന്ന് പറഞ്ഞു. 25-ാം തീയതി ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു ഇത് തുടങ്ങാൻ പോകുന്നുണ്ട്, പക്ഷേ അതിന് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, എന്തായാലും സമയം എടുക്കും, ആവുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്ത് അതും കിട്ടത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ 31-ാം തീയതി രാത്രി ആയപ്പോൾ ആ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സാറിനെ നീ ഒന്ന് വിളിക്ക്, അവർക്കത് സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമായി. 30-ാം തീയതി ഞാൻ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങൾ സാങ്ഷൻ ആയിട്ടുണ്ട്, പക്ഷേ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 5-ാം തീയതി 6-ാം തീയതിയൊക്കെ ആവും, ഇത് പെട്ടെന്നാണ് സാങ്ഷൻ ആയത്. അപ്പോൾ ഒരു പണി ചെയ്യും, ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, അവിടെ എന്തായാലും നാളെ തന്നെ പോയി ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1-ാം തീയതി തന്നെ ജോലിക്ക് കയറി. അത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ 5 കിലോമീറ്ററിനുള്ളിൽ എന്ന് പറഞ്ഞ ജോലി എനിക്ക് 1 കിലോമീറ്ററിനുള്ളിലാണ് എനിക്ക് ജോലി കിട്ടിയേക്കുന്നത്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാനും പോകാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു ജോലിയാണ് എനിക്ക് കിട്ടിയത്. 3-ാമത്തെ കാര്യം, എനിക്ക് തിരക്കുള്ള സ്ഥലങ്ങളിൽ വരാൻ ഭയങ്കര പേടിയായിരുന്നു. അതെന്ന് വെച്ചാൽ ഞാനിവിടെ ഉടമ്പടി ധ്യാനത്തിനൊക്കെ വന്നാൽ ആ ഗേറ്റിൻ്റെ അടുത്ത് ഇരിക്കുള്ളൂ, അകത്തോട്ട് കയറാൻ എനിക്ക് പേടിയാണ് തിരക്ക് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ കാറിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് 3 പേരായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് വണ്ടി മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയും, ഫ്രണ്ടിലിരിക്കുന്ന ആളോട് ബാക്കിലിരിക്കാവോ, ഞാൻ അവിടെ ഇരുന്നോട്ടെ. എനിക്കിങ്ങനെ ഭയങ്കര ഉഷ്ണം പോലെ വന്നിട്ട് ഫുൾ വയർത്ത് തല ഇറങ്ങുന്ന പോലെയൊക്കെ വരും.
പിന്നെ എനിക്ക് ഭയങ്കര ഷൗട്ടിങ് ആയിരിക്കും, അയ്യോ എനിക്ക് വണ്ടി നിർത്തുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ടൂറൊക്കെ പോകുമ്പോൾ വേളാങ്കണ്ണിയിലൊക്കെ പോയപ്പോഴും എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ബസ്സിൽ ആളുകൾ കുറേ ആയി കഴിയുമ്പോൾ ഞാൻ ഡ്രൈവറിൻ്റെ സൈഡിലുള്ള സീറ്റിലൊക്കെ പോയിരിക്കും. എല്ലാവർക്കും ഒന്നും ഇത് അറിയില്ല, എൻ്റെ ബ്രദറിനും എൻ്റെ 2 കസിൻസിനും മാത്രം ഇത് അറിയുള്ളൂ. അപ്പോൾ അവർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ എല്ലാവരും കളിയാക്കും, മാനസിക വിഭ്രാന്തിയാണ് നിനക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസിലുമൊക്കെ. പക്ഷേ എനിക്ക് കളിയാക്കുമ്പോൾ ഞാൻ ചിരിക്കുമെങ്കിലും എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നത്, ഒരു തിരക്കെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണല്ലോ എന്ന്. കഴിഞ്ഞ മാസം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ബ്രദറിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ എൻ്റെ ഡാഡിയോട് പറഞ്ഞു, ഡാഡി ഫ്രണ്ടിലിരിക്കും, ഞാൻ ബാക്കിലിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മോനും മമ്മിയും കൂടെ ബാക്ക് സീറ്റിലിരുന്നു. കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരുന്നത്. പക്ഷെ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ തന്നെ എനിക്ക് ഇതുപോലെ ഉഷ്ണം വന്നു. ഞാൻ എൻ്റെ മാലയിൽ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എന്നോട്, ഞാൻ ഉടമ്പടി എടുത്തു ഇല്ലേന്ന് ചോദിക്കാതെ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു, നിൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഇല്ലേ, നീ എന്തിനാ പേടിക്കുന്നത്, മാതാവ് നിൻ്റെ കൂടെ ഇല്ലേന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഞാൻ സാക്ഷ്യങ്ങളൊന്നും കേൾക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഈ കാശ് രൂപത്തിൻ്റെ ശക്തി. പക്ഷേ പിന്നീട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ കാശ് രൂപം എടുത്ത് എൻ്റെ മാലയിലിട്ടു. ഞാൻ കാറിലിരുന്നപ്പോൾ കാശ് രൂപം കയ്യിൽ പിടിച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ശരീരം അങ്ങ് തണുക്കുന്ന പോലെയായി. എനിക്ക് കൂളായിട്ട് ഇരിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാനിവിടെ 2 പ്രാവശ്യം കൃപാസനത്തിൽ വന്നപ്പോഴും ഇത്ര തിരക്കിൻ്റെ ഇടയിൽ പോലും രാവിലെ കുർബാനയുടെ സമയത്ത് വന്നിട്ട് പോലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ പേടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല. നമ്മളെല്ലാ സ്ഥലത്തും ഇൻസൾട്ടഡ് ആയി പോവും. കാരണം ഒരു തിരക്കെന്ന് ആലോചിക്കുമ്പോൾ തോന്നും. ബസ്സിൽ നിന്ന് പോലും ഞാൻ ബസ് സ്റ്റോപ്പിലല്ലാത്ത സ്ഥലത്ത് ഓടി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കുറേ നടന്നിട്ട് വേണം അടുത്ത സ്റ്റോപ്പ് എത്താൻ. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല. ബ്ലോക്കൊക്കെ വരുമ്പോൾ 2 വീലറിലാണെങ്കിൽ പോലും എനിക്ക് 2 വീലർ അവിടെ ഇട്ടിട്ട് ഇറങ്ങി ഓടാൻ തോന്നും. അതുപോലത്തെ പേടിയായിരുന്നു. മാതാവ് അത് പൂർണ്ണമായും എനിക്കിൽ നിന്ന് എടുത്തു മാറ്റി. 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ഇവിടെ വട്ടത്തിൽ ഓവൽ ഷേപ്പിൽ ഒരു അലർജി വന്നിട്ടുണ്ടായിരുന്നു. അത് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു. ഞാൻ യൂട്യൂബൊക്കെ നോക്കി കുറേ പരിപാടിയൊക്കെ അതിൽ ചെയ്തു. അതാകെ കറുത്ത് വൃത്തികേടായി. ഞാൻ അടുത്തുള്ളൊരു ക്ലിനിക്കും കൊണ്ട് കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇതിന് ഇവിടെ നോക്കാൻ പറ്റത്തില്ല, ഇത് എന്താണെന്ന് മനസ്സിലാവാനുള്ള ലാബുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇതിപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും, ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. പുള്ളി ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഒരാഴ്ചത്തൊക്കെ മരുന്ന് തന്നു. ആ മരുന്ന് കഴിച്ച് എനിക്കൊരു മാറ്റമില്ല. 2ാമത്തെ ആഴ്ച എന്നപ്പോൾ എന്നാൽ ഇത് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വേറേന് മരുന്ന് തന്നു. എന്നിട്ടും എനിക്ക് മാറിയില്ല. 3ാമത്തെ ആഴ്ച ആയപ്പോൾ ഞാൻ ഉടമ്പടി നൊവേന ഉണ്ടായിരുന്നു ഇവിടുത്തെ. അത് ലൈവല്ലായിരുന്നു, അല്ലാതെ ഞാൻ ഉടമ്പടി നൊവേന ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ 1, 2, 3 കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 8ാമത്തെ ദിവസമാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും. ഞാൻ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആ തുണി ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. രാത്രി കിടക്കുമ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെ ഉണ്ടാവും. അപ്പം ഞാൻ 8ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, ഒരു പണി ചെയ്യും, ഒന്നും കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, ഈ മരുന്ന് വാങ്ങിച്ചു തന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് പോകാം, മരുന്ന് വാങ്ങിക്കേണ്ട, ഞാൻ ഇനി കഴിക്കത്തില്ല മരുന്നെന്നും പറഞ്ഞ് വീട്ടിൽ വന്നു. ഞാൻ രാത്രി കരഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി നൊവേന കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ മരുന്ന് കഴിച്ചു, ഇത് ഭയങ്കര. ഞാൻ പറഞ്ഞില്ല, നാളെ 9ാമത്തെ ദിവസമാണ്, നാളെ കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനെ അറിയാം, ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് എനിക്കിങ്ങനെ അത്ഭുതങ്ങൾ ഇതായതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പോയി. 9ാമത്തെ ദിവസം രാത്രി ഞാൻ നൊവേന കൂടി കിടന്നു. ഞാൻ തുണിയൊന്നും കയ്യിൽ കെട്ടിയില്ല. നേരം വെളുത്തപ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിൻ്റെ പുറത്തൊരു തടിപ്പ് പോലെ വന്നിട്ടാണ് അതിൽ കുരുക്കളൊന്നും. ആ തടിപ്പ് പൂർണ്ണമായിട്ട് മാറി പ്ലെയിൻ ആയിട്ടിരിക്കുന്നു, കറുത്ത കളർ മാത്രമേ ഉള്ളൂ. അത് സാവധാനം 2-3 കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഇപ്പം പാട് പോലും ഇല്ല. ഞാൻ മരുന്ന് പോലും കഴിക്കാതെ അത് പൂർണ്ണമായിട്ടും മാറ്റിത്തന്നു. 4ാമത് ഞാനിവിടെ എഴുതാത്തൊരു കാര്യമാണ്, എൻ്റെ മമ്മിക്ക് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ട്രീറ്റ് ചെയ്തു, അതൊക്കെ മാറിയതാണ്. മമ്മിയോട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കഴുത്തിലൊരു മുഴയുണ്ട്, പെറ്റ് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം മമ്മിയാണെങ്കിൽ കീമോ ചെയ്തു, റേഡിയേഷനൊക്കെ ചെയ്തു, ആകെ ഡൗൺ ആണ്. അപ്പം ഞാൻ എൻ്റെ കസിനോടും പറഞ്ഞു, എടി ഇങ്ങനെയാണ്. അപ്പോൾ അവൾ ഓഫീസിലിരുന്നിട്ട് ആരും നന്മ നിറഞ്ഞ ചൊല്ലി അവളൊന്നും ഒന്നും ഉണ്ടാവില്ല, മമ്മീനോടും ഡാഡിനോടും ഒന്ന് അച്ഛനെ പോയി കണ്ടാൽ മതി എന്ന് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയും ഡാഡിയും കൂടി ഇവിടെ വന്ന് അച്ഛനെ കണ്ടു.
അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ മമ്മീനെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒന്നും ഉണ്ടാവില്ല കേട്ടോ, പോയി സ്കാൻ ചെയ്തോളാൻ പറഞ്ഞു. മമ്മി വീട്ടിൽ വന്ന് പറഞ്ഞു ഞാൻ സ്കാനൊന്നും ചെയ്യുന്നില്ല, എനിക്ക് വിശ്വാസമാണ്, ഇനി എനിക്കൊന്നും ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാലും അടുത്ത ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ അത് ചോദിക്കൂലേ മമ്മി, അതുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി ചെയ്തു. ഒരു കുഴപ്പമില്ല. ഞാൻ തടങ്ങി നോക്കിയപ്പോഴും മുഴ പോലെ എനിക്ക് ഒരു തടി പോലെ ഫീൽ ചെയ്തതായിരുന്നു അവിടെ. പക്ഷെ മമ്മിക്ക് ഒരു കുഴപ്പമില്ല, ഇനി അതിനു വേണ്ടി മരുന്നൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. മാതാവിന് 1000 നന്ദി, ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു.